അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അംജദ് അമീൻ. വീട് കിടക്കര കാരപ്പുറം പ്രദേശത്ത്. ഞാൻ ഇടവണ്ണ ജാമ്യയിലാണ് പഠിക്കുന്നത്. എൻ്റെ ചോദ്യം ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മൗലവിയോടാണ്. ഇവിടെ മദീനത്തുൽ അറബിക് കോളേജിന്റെ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചർച്ചയിൽ നല്ല 11 തീരുമാനങ്ങൾ എഴുതി അതിൽ 10 പണ്ഡിതന്മാർ ഒപ്പിട്ടതാണ്. അതിൽ അവസാനത്തെ തീരുമാനമായ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് അന്നവിടെ എഴുതി ഒപ്പിട്ടു. അതിനുശേഷം പുറത്തു വന്ന സക്കരിയ സ്വലാഹി പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിന്നിനോട് അഭൗതികമായ കാര്യങ്ങൾ, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ്. എന്നാൽ അതിൽ ഒപ്പിട്ട ആളാണല്ലോ ബഹുമാനായ PN. താങ്കൾ ഇന്ന് ഇവർ പറയുന്ന ഭൗതികമായ ചോദ്യം, ഭൗതികമായ ജിന്നോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് വസീയത്ത് ശിർക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത്? സ്വാമി. ഇടവണ്ണ ജാമ്യയിലെ ഒരു വിദ്യാർത്ഥിക്ക് മറുപടി PN വേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേണമെങ്കിൽ PN സ്വീകരിക്കാം. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം. സഹോദരന്മാരെ, ഞാൻ നേരത്തെ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വിഴുപ്പലക്കുന്നതിന് പകരം ഇതിൽ ഏറ്റവും ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയിലുള്ള ആളുകളെ വിളിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 2011 ജൂൺ മാസം 21-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. 21-ാം തീയതി ജൂൺ മാസം 21-ാം തീയതി 2011 പുളിക്കൽ മദീനത്തുൽ അറബിക് കോളേജ് ലൈബ്രറി ഹാളിൽ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. അതിന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ 5-ാം തീയതി കോഴിക്കോട് വെച്ച് ഒരു ഗ്രൂപ്പ് യോഗം നടക്കുന്നു. അതുകൊണ്ട് CD ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾക്ക് മെസ്സേജുകൾ വന്നു. എന്റെ മൊബൈലിലും അങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അത് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന അനീഫ കായക്കൊടിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, എന്താണ് CD ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം നടന്നതായ ഒരു ന്യൂസ് ഇങ്ങനെ പലരും SMS അയക്കുന്നുണ്ടല്ലോ, എന്താണത്? അപ്പൊ സാർ നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. എന്നാ ഞങ്ങള് അനസും ഞാനും കൂടി ഒന്നാണ് വരുന്നുണ്ട്, ഞങ്ങളൊരു 9-9:30 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. അങ്ങനെ വന്നപ്പോൾ അവർ പറയുന്നത് അവിടെ ആ യോഗത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്, PN-ന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയി ഇന്ന് ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ ചെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തണം എന്ന് പറഞ്ഞാണ് രാത്രി 2 മൂപ്പന്മാർ എന്റെ അടുത്ത് വന്നത്, അനസും ഹനീഫയും. അപ്പൊ സംസാരവശാൽ ഞാൻ പറഞ്ഞു, ഈ സക്കരിയ എന്ന് പറയുന്ന ആളും നിങ്ങളുമൊക്കെ അന്യോന്യം ഒരേ സ്റ്റേജിൽ ഇരുന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ഖുറാഫികളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അങ്ങനെ ആദർശ രംഗത്ത് വ്യതിചരിച്ചു പോയ കക്ഷികളോടും വളരെ ആഴത്തിൽ വളരെ സമർത്ഥനത്തോടു കൂടി പറഞ്ഞ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ യോജിക്കാൻ കഴിയാത്ത അത്ര അഭിപ്രായ ഭിന്നത ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ അതൊന്ന് ഇരുന്ന് ചർച്ച ചെയ്താൽ സക്കരിയെ ഞാൻ വിളിക്കാം, അനീഫയും അനസും തയ്യാറാകുമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ അനീഫ ഉടനെ തന്നോട് പറഞ്ഞു, നിങ്ങൾ അത് സെലഫിനോടൊന്ന് പറയണം, നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല, അബ്ദുറഹ്മാൻ സലഫി കൂടി ആ ചർച്ചയിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വിളിക്കാം. അബ്ദുറഹ്മാൻ സലഫി വളരെ അടുത്ത സ്നേഹിതനാണ്, അദ്ദേഹത്തിന് പറയാൻ ഞങ്ങളൊന്നും ഉണ്ടായിട്ട് ബന്ധം എന്താണ്. ഞാൻ അബ്ദുറഹ്മാൻ സലഫിനെ വിളിച്ചു. അപ്പൊ അതേ ആദ്യം പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, എന്നാലും ഇതുകൊണ്ട് ഒസുവാസ് തീരുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഒരു ഇടങ്ങേറ്, ഈ വിഷമം തീരുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞാൻ സക്കരിയെ വിളിച്ചു, ഈ ആളുകളൊക്കെ സംഘടിപ്പിച്ച് അവസാനം നമ്മുടെ ജമിയത്തുൽ ഉലമയുടെയും KNM-ന്റെയും സെക്രട്ടറിമാരിൽ ഒരാളാണ് നമ്മുടെ കുഞ്ഞോമത് പറപ്പൂർ മദനി. അദ്ദേഹത്തെ ഞാൻ വിളിച്ചതിനൊരു സാക്ഷിയാണ്. കാരണം KNM-ന്റെ യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കും, ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാനിവിടുന്ന് പോകും, ഇങ്ങനെ ഒരു ചർച്ച നടന്നാൽ അതിന്റെ വസ്തുതയെ സംബന്ധിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനാ ബോർഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ നിങ്ങളാണ്, അത് നമ്മൾ വരണത്. അദ്ദേഹം നേരത്തെ എത്തി. അന്ന് രാവിലെ മുതൽ
ഏകദേശം ഒരു 8-8:30 മണി മുതൽ ആരംഭിച്ചിട്ട് വൈകുന്നേരം 5:30 മണി വരെ നടന്ന ചർച്ച. ആ ചർച്ചയിൽ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അതിന് സ്ഥലം അനുവദിച്ചു. പിന്നെ നമ്മുടെ പ്രിൻസിപ്പാളോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ആരോടോ ബന്ധപ്പെട്ട് ചോദിച്ചു, എനിക്കറിയില്ല, സ്ഥലം അനുവദിച്ചു, ചർച്ച ചെയ്തു. ഈ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ, അതും കൂടി പറയാലോ, ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ രേഖപ്പെടുത്തി അതിൽ ഒപ്പിട്ടു. ഈ പറഞ്ഞ 10 ആൾക്കാരെ അബ്ദുറഹ്മാൻ സലഫി അടക്കം ഒപ്പിട്ട് കഴിഞ്ഞ് ഈ രേഖകൾ കൈമാറി യോഗം അവസാനിച്ചതിന് ശേഷം വ്യക്തിപരമായി സമീർ മദനിയും അതുപോലെയുള്ള ആളുകളുമായിട്ട് അബ്ദുറഹ്മാൻ സലഫിക്കുള്ള പേഴ്സണൽ ചില പ്രശ്നങ്ങൾ അവർ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ ഞാനും കുഞ്ഞമ്മ പറപ്പോരും മദനിയും ഈ തീരുമാനമായിട്ട് ഇറങ്ങി. വണ്ടി എടുത്ത് ഞങ്ങൾ ടി.പി. അബ്ദുൽ മദനിയെ വിളിച്ചു. കാരണം നെൽവത്തിന്റെ പ്രസിഡന്റിനാണ് അത് ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഒരു തീരുമാനത്തിന് സഹായിക്കുമെങ്കിൽ എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചർച്ച നടന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും ഇവിടെ CD ടവറിൽ യോഗം കഴിഞ്ഞ് ഞാനിവിടെ പുറപ്പെടുന്നുണ്ട്, നമുക്ക് ഫറോക്കിൽ വെച്ചിട്ട് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞു. ഫറോക്കിൽ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ നടന്ന കെട്ടിടത്തിൽ ഞങ്ങളെത്തി. അദ്ദേഹവും എത്തി. ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിച്ച് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യ അവസാനം ഇത് വായിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതിൽ നമുക്ക് വിമർശിക്കേണ്ടതൊന്നുമില്ല, നമുക്ക് അംഗീകരിക്കാവുന്ന, നിങ്ങൾ വസ്തുത ശരിക്കും മനസ്സിലാക്കണം, അംഗീകരിക്കാവുന്നത് മാത്രമേ ഇതിലുള്ളൂ, ഈ ഒരു തകരാറുമില്ല. വല്ലാഹി ഇത് ടി.പി. അബ്ദുൽ മദനി പറഞ്ഞതല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞതാണ്, ഇതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തീരുമാനവുമില്ല. അതുകൊണ്ട് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാനിത് എപിക്ക് പറഞ്ഞിട്ട് എപിയോട് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ കോപ്പി ഞാൻ സെന്ററിൽ എത്തിക്കുന്നുണ്ട്. എം മുഹമ്മദ് മദനിയാണ് ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, അദ്ദേഹത്തിനുള്ള കോപ്പി കോളേജിൽ തന്നെ കൊടുത്ത് ഏൽപ്പിക്കാം. ഇങ്ങനെ 3 ആളുകൾക്കും കോപ്പി കൊടുത്തു. ആ കോപ്പി കൊടുത്തിട്ട് കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റിനും കേരള നദുവത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിക്കും കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, സെക്രട്ടറിയായ എം മുഹമ്മദ് മദനിക്കും ഇതിന്റെ കോപ്പി കൊടുത്തിട്ട് ഇന്നേ വരെ ഈ കോപ്പി കൊടുത്ത ഞാനും അബ്ദുറഹ്മാൻ സലഫിയും ഞാനും കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ തന്നൊരു കോപ്പി കിട്ടി, നിങ്ങള് പിന്നെ എന്തെങ്കിലും ഈ വിഷയത്തിൽ നിന്നല്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഈ സാധനം പുറത്ത് കാണാതെയും ആളുകളുടെ കയ്യിൽ എത്താതിരിക്കുന്നതിനുമുള്ള സർക്കസ് വിദ്യകളാണ്. അതാ ഞങ്ങൾ കേൾക്കുന്നത്. നിലമ്പൂരിൽ ആരോ ഇത് കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ പോയപ്പോ അവരെ തടഞ്ഞു. യോഗത്തിൽ കോഴിക്കോട് ജില്ലാ KNMന്റെ യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം PNന്റെ നേതൃത്വത്തിൽ കുടിക്കൽ കോളേജിലാണ്. എന്ത് തീരുമാനം? വലിച്ചെറി. അവിടെ ആരാണ് അങ്ങനെ തീരുമാനം കൊടുക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഇത് ആര് തീരുമാനിച്ചു വന്നോ, ഇത് ഔദ്യോഗിക കമ്മിറ്റിയാണെന്നോ അനൌദ്യോഗിക കമ്മിറ്റിയാണെന്നോ ഒക്കെയാണ് ഇവിടെ ചർച്ച. ഇവിടെ നമുക്കിടയിലുള്ള വൈജ്ഞാനികമായ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർക്കുന്നതിന് ഒരു ഭാഗം സംസാരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയും അനീഫ കായക്കൊടിയും അനസ് മുസ്ലിയാരും. അവരാണല്ലോ CD ടവറിൽ ഗ്രൂപ്പ് യോഗം നടത്തിയെന്ന വ്യാപകമായ ആക്ഷേപമുള്ളത്. അവരൊരു ഭാഗത്തും അവരാക്ഷേപിക്കുന്ന സക്കരിയ സലായിയും സമീർ മദനിയും അബൂബക്കർ സലഫിയും അടക്കുന്ന പണ്ഡിതന്മാരായ ആളുകളുടെ ഭാഗത്തും സാധാരണക്കാരും ശംസുദ്ദീൻ പാലത്തും ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളുള്ളതല്ലേ എഞ്ചിനീയർ വിഷയത്തിൽ. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന ചർച്ച. എന്തിനാ ഇത്ര മണിക്കൂറുകൾ നീണ്ട്? രാവിലെ തുടങ്ങിയത് 8-8:30 മണിക്ക് തുടങ്ങിയിട്ടില്ലേ? 5:30 വരെ നിസ്കരിക്കാനും ഒരു ഭക്ഷണം കഴിക്കാനുമുള്ള സമയം ഒഴിച്ച് ബാക്കിയൊക്കെ സമയം ഈ ചർച്ച നീട്ടുന്നില്ലേ? അതിലെടുത്ത തീരുമാനങ്ങളാണ് ഈ വായിച്ചത്. എത്ര? 13 തീരുമാനങ്ങൾ. ഇതിൽ ആ ഒരു തീരുമാനം പറയില്ല. ആകെ ഇതിൽ പറയുന്ന ഒരു തീരുമാനം എന്താണ്? ഇതിൽ റൗണ്ട് ഇട്ടിട്ട് പറയുന്നത് 11ാമത്തെ 13 തീരുമാനത്തിലുണ്ട്. അതിൽ റൗണ്ട് ഇട്ടിട്ട് പറയുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന്റെ വിരുദ്ധവും ശിർക്കുമാണ്. അതിൽ ആർക്കാ സംശയം? ജിന്നുകളോട് ചോദിക്കും. ജിന്നുകളും മലക്കുകളും അഭൗതിക ശക്തികളല്ല എന്ന് PNത്തിലെത്തി മുതലേ വേറെ ആരല്ല പറഞ്ഞത്. ഭൗതിക ശക്തികളാണെന്ന് പറഞ്ഞത് നെതുവത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരാണ്. രേഖകൾ എത്രയോടെ പറഞ്ഞു? അത് അഭൗതികമല്ല. അഭൗതികമായ മാർഗത്തിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും ചികിത്സിക്കാനും ഗുണം ചെയ്യാനും രോഗം മാറ്റാനൊക്കെ കഴിവുള്ള പടച്ചവനാണ് നമ്മുടെ തൗഹീദിന്റെ വിശ്വാസം. എന്നിട്ട് ഈ പറഞ്ഞ ജിന്നിനെ പുറത്താക്കാൻ വേണ്ടി കണിഞ്ഞ് പരിശ്രമിച്ചപ്പോൾ ശിർക്കിലേക്ക് ചാടിയ സംഭവമാണ് ഫൈസൽ ഹുസൈനോട് വിശദീകരിച്ചത്. ഇതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ അബദ്ധം MM അക്ബർ പറഞ്ഞു വെച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന മനുഷ്യനെ ഒഴിവാക്കി. സഹോദരന്മാർ, അതിലും വലിയ അപകടം പാറുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന തൗഹീദിന്റെ ഏറ്റവും കണിശമായ ആയത്തിൽ നിന്ന് ഒരിക്കലും ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അതിലൊരു ഇസ്തിസ്നാവില്ല. ലോകത്തുള്ള ഒരു പണ്ഡിതൻ അങ്ങനെ ഇസ്തിസ്നാണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതിൽ ജിന്നുകളോടുള്ള സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. ദുആ എന്ന നിലക്ക്, പ്രാർത്ഥന എന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം പടപ്പുകളോട് ആരോട് ചോദിച്ചാലും അത് ശിർക്ക് തന്നെയാണ്
എന്ന കാര്യം ആ വ്യക്തമായി വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എഴുതിയതും അത് ഒപ്പിട്ടതും. അതിൽ പി എൻ അബ്ദുൽ ലത്തീഫ് അതിനെ ഒപ്പിട്ടിട്ടുണ്ട്, സക്കരിയ സലാഹി ഒപ്പിട്ടിട്ടുണ്ട്, എം അബ്ദുറഹ്മാൻ സലഫി ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ എന്താ സംശയം? അപ്പോൾ ആ വിഷയത്തിൽ ഒരു സംശയത്തിന് ആർക്കും അവകാശമില്ല. പക്ഷെ ഇത് 11ാമത് തീരുമാനം മാത്രം പറയരുത്. റുഖിയ ശറയ്യ എന്ന് പറയുന്നത് കേവലം പ്രാർത്ഥനയാണ്. മുഅ്ജിസത്തായ നബിക്ക് മാത്രമേ ഇത് ശൈത്താനാണെന്ന് കയറിയത് അറിയുള്ളൂ. അതുകൊണ്ട് അത് കേവലം വസ്വാസാണ്. നിങ്ങൾക്കറിയോ, ജമീഅത്തുൽ ഉലമയുടെ ഒരു സർക്കുലറിനെ സംബന്ധിച്ച് കഥ ഉണ്ട്. അതിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും അബ്ദുറഹ്മാൻ സലഫിയും കൂടി ദീർഘമണിക്കൂറുകൾ ടി.പി. അബ്ദുള്ള കോയ മദനിയോടും അഹമ്മദ് അലി മദനിയോടും എം മുഹമ്മദ് മദനിയോടും എ.പി. അബ്ദുൽ ഖാദർ മൗലവിയോടും ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കുലറാണ്. ഈ പറഞ്ഞ ആളുകൾ മാത്രമേ ഇതിലുള്ളൂ. അങ്ങനെ കൂടിയിരുന്ന് മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ട് നാളെ ജമീഅത്തുൽ ഉലമയുടെ യോഗം നടക്കാൻ പോവാണ്. ആ ജമീഅത്തുൽ ഉലമയുടെ യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയുന്നു എന്നവർ പറഞ്ഞപ്പോൾ തീരുമാനം ചർച്ച ചെയ്യാതെ പറയാൻ പാടില്ല എന്ന് വാശി പിടിച്ചു. രണ്ടാണ് ഞാനും അബ്ദുറഹ്മാൻ സലഫിയെ വാശി പിടിച്ചു. ചർച്ച ചെയ്യാതെ, ചർച്ച നടക്കാതെ, ഈ വിഷയത്തിൽ ആളുകൾക്ക് പറയാനുള്ള അഭിപ്രായം പറഞ്ഞ് പണ്ഡിതന്മാരുടെ മാർഗം പറയാതെ അത് സർക്കുലർ ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ തീരുമാനം പറയാൻ പാടില്ല. ഞങ്ങൾ 5 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് വന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിനുള്ളിലേക്ക് വിളിച്ചു. ആയിക്കോട്ടെ, നാളെ ചർച്ചയാവാൻ. അപ്പോൾ ഇങ്ങനെ നാളെ അവതരിപ്പിക്കേണ്ട സർക്കുലറിന്റെ ഒരു ഡ്രാഫ്റ്റ് എഴുതി ഉണ്ടാക്കാൻ അബ്ദുറഹ്മാൻ സലഫിയെ ഏൽപ്പിച്ചു. ആ ഡ്രാഫ്റ്റ് സുബൈ നമസ്കാരത്തിന് ശേഷം ഞാൻ അബ്ദുറഹ്മാൻ സലഫിയെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എനിക്ക് വായിച്ച് കേൾപ്പിക്കണം. അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചു. ആ വായിച്ച് കേൾപ്പിച്ചതിൽ ഞാനൊരു ഭേദഗതി നിർദ്ദേശിച്ചു. കേവലം മനുഷ്യ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് മാത്രമാണ് ജിന്ന് അല്ലെങ്കിൽ ശൈത്താൻ എന്ന് പറയുന്ന ഒരു വാദം ഇവിടെ ഉണ്ട്. അല്ല, വസ്വാസ് അല്ലാത്ത ഹഖീഖത്ത് ജിന്നിന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നത് ഈ സർക്കുലർ ഉണ്ടാകുന്നതാണ് പ്രമാണം. അദ്ദേഹം അത് എഴുതി. അങ്ങനെ ജാമിയ സലഫിയിൽ വന്നു. ഞങ്ങൾ ചർച്ച ആരംഭിച്ചു. അത് മാറ്റി എഴുതാൻ വേണ്ടി ഞാൻ തന്നെ കടലാസ് വാങ്ങി ടി.പി. അബ്ദുൽ മദനിയുടെ മുമ്പിലിരുന്നത് മാറ്റി എഴുതി വായിച്ചു, എന്നോട് വാങ്ങി. അവസാനം ഉച്ചയ്ക്ക് ശേഷം ചോറ് വെച്ചതിന് ശേഷം അത് സർക്കുലർ അവതരിപ്പിച്ചു. അതിനും കുറച്ച് വേദന ഞാൻ എഴുതി. അതായത് എന്ത് അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളുണ്ടെങ്കിലും ജമീഅത്തുൽ ഉലമയുടെ പണ്ഡിത സഭയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണെന്നൊരു വാചകം വഴിപോലെ വെട്ടി. അത് നമ്മൾ എഴുതിയതാണ്. അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങൾ, മസാലപരമായ തർക്കമുള്ള വിഷയങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജമീഅത്തുൽ ഉലമയുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ജനങ്ങളെ അറിയിക്കുന്നതാണ് ഒരു വാചകം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേടി? അങ്ങനെ ഒരു തീരുമാനം ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പേടി എന്താണ്? അങ്ങനെ രാവിലെ ഞാൻ എഴുതിയ സർക്കുലർ ഇല്ലേ, ആ സർക്കുലർ ഉച്ചയ്ക്ക് ശേഷം ചോറ് നിന്നതിന് ശേഷം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ആ വാചക എന്തിനങ്ങൾ വെട്ടിമാറ്റി പകർത്തി എഴുതി. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിലും പ്രമാണങ്ങളെ നേരിടുന്നതിലും നമ്മൾ മുജാഹിദുകൾ അധൈര്യം കാണിക്കേണ്ടതില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 13 തീരുമാനങ്ങൾ എടുത്തിട്ട് ഈ തീരുമാനം എവിടെയും വെളിച്ചം കാണാതിരിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും പയറ്റി അവസാനം നേരത്തെ മന്ത്രം ശിർക്കാണ്, മറ്റത് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിച്ച സർക്കുലർ എല്ലാ ഭാഗത്തേക്കും യൂണിറ്റുകളിലേക്ക് അയക്കാനും അത് കോപ്പിയെടുത്ത് വിതരണം ചെയ്യാനും അങ്ങനെ ആ സർക്കുലർ എല്ലായിടത്തും വ്യാപിപ്പിക്കുമ്പോഴേക്ക് ഇപ്പോൾ PN നേതൃത്വത്തിലെടുത്ത ഈ തീരുമാനം ജനങ്ങളുടെയൊക്കെ ഇറങ്ങിയാൽ വലിയ വില ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ സർക്കുലർ ഒരുപാട് മന്ത്രം ശിർക്കാണ്, മറ്റേ ശിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക ചെയ്തത് പ്രൊഫസർ അബ്ദുലിനെ സ്വാധീനിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രകാരം എല്ലായിടത്തും ആ സർക്കുലർ അയച്ചു. കിട്ടിയിട്ടുണ്ടാവും ആ സർക്കുലർ എന്ന് KJUവിന്റെ സർക്കുലർ. അപ്പൊ അതിനുശേഷം ഈ തീരുമാനം എന്തേ വെളിച്ചം കാണാതെ പോയി? എന്നോട് പറഞ്ഞിട്ടില്ല DP നിങ്ങൾ ഇതിലെന്താണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ജാമിയ നദവിയിൽ കൂടിയ കൗൺസിലർമാരുടെയും സംഘടനാ നേതാക്കന്മാരുടെയും യോഗത്തിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി വിശദീകരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, PN നേതൃത്വത്തിൽ പുളിക്കരെടുത്ത തീരുമാനം അംഗീകരിക്കാൻ പറ്റുമോ? അതിൽ നമുക്ക് സംഘടനാ വിരുദ്ധമായ ഒരു കാര്യവുമില്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾ റുഖിയ ശറയ്യ വിശദീകരിക്കേ, ഇതിൽ പറഞ്ഞ മാതിരി റുഖിയ ശറയ്യ വിശദീകരിക്കൂ. അത് കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, അത് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നതിലില്ലേ? അതെന്താ പറയാൻ മടി? അപ്പോൾ കേവലം അതിനെ 11ാം നമ്പർ റൗണ്ട് ചെയ്തിട്ട് പറഞ്ഞാൽ പോരാ, എല്ലാ കാര്യങ്ങളിലും ഇതുവരെ ജിന്ന് പിശാച് സംബന്ധമായി ഫൈസൽ മുസ്ലിയാർ എന്താണ് അവിടെ വിശദീകരിച്ചത്, അതാണ് നമ്മുടെ ആദർശ പ്രസ്ഥാനം.